ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ പുതിയൊരു വ്ളോഗായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒന്നുമല്ല, എൻ്റെ കയ്യിൽ കുറച്ച് ബാഗുകളുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാനും, ചിലതൊക്കെ ഞാൻ ഓൺലൈൻ സൈറ്റ് വഴിയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സോ ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. കയ്യിലുള്ള കുറച്ച് ബാഗ്സിൻ്റെ കളക്ഷൻസ് നമുക്ക് കാണാം. ഫസ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് ബാഗ് ഇത് ബാഗിറ്റിൻ്റെ ഒരു ബാഗാണ്. സോ ഞാൻ ഇത് വാങ്ങിയിട്ടൊരു 2 ഇയർ നിയർലി ആയിട്ടുണ്ട്. സോ ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് സാലറി കൊണ്ട് വാങ്ങിയ ബാഗാണ്. അതുകൊണ്ട് ഇതൊരു ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക്. സോ ഇതാണ് ബാഗിറ്റിൻ്റെ ബാഗ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ആമസോൺ വഴിയാണ്. സോ ഇതിൻ്റെ ലിങ്ക് ഇടാം. ഇതൊരു അടിപൊളി കളറാണ്. ഒരു ഭയങ്കര ഒരു ലുക്കാണ് നമ്മൾ ഇട്ടാൽ. പിന്നെ ഇതിൻ്റെ അകത്ത് നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് ലഞ്ച് ബോക്സൊക്കെ ക്യാരി ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളും. ഇത്രയും ഒരു ലെങ്ത്ത് ഉണ്ട് ഈ ബാഗിന്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ബാഗ്. പിന്നെ ഇത്രയും നാളായിട്ടും ഇതിൻ്റെ കളർ ഇപ്പോൾ പയ്യെ പോയി വരുന്നുണ്ട്. അതല്ലാതെ വേറൊരു കുഴപ്പം തന്നെയില്ല. സോ എൻ്റെ നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതും ഒരു ഓഫീസ് വെയർ ബാഗാണ്. ഓക്കെ. സോ ഈ ബാഗിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അത് ഞാൻ സൗദിയിൽ നിന്ന് വാങ്ങിയതാണ്. സോ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ അത് തന്നെ ആദ്യം പറയാം. സോ ഇവിടെ ഒരു കള്ളിയുണ്ട്. ഞാൻ ഇനിഷ്യലി ഇത് വിചാരിച്ചത് കോയിൻസ് ഇടാനുള്ള കള്ളിയാണ്. പക്ഷേ വന്ന് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ഇതിന് ഒരു അംബർല സ്പേസ് ആണ്. സോ ഈ ബാഗിൻ്റെ കൂടെ ഈ അംബർല ഫ്രീ ആയിരുന്നു. സോ ഇത് സ്പെഷ്യലി അംബർല വെക്കാനുള്ള സ്പേസാണ്. ഇതൊരു നമുക്ക് വെള്ളം പിടിക്കാത്തൊരു മെറ്റീരിയലാണ് ഇതിനുള്ളിലുള്ളത്. സോ നമുക്ക് അംബർല ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. സോ പിന്നെ ഈ ബാഗിന് ഇവിടെ ഒരു പൗച്ചുണ്ട്. പിന്നെ നല്ല സ്പേസ് ഉണ്ട് ഉള്ളിൽ. നമുക്ക് നോക്കിയാൽ കാണാം, നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഫോൺ വെക്കാനുള്ള സ്പേസ് സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഇതിൻ്റെ ബാക്കിലും ഇങ്ങനൊരു സിപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഒരു ഓഫീസ് വെയറാണ്. സോ തേർഡ് ബാഗ് ഇതാണ്. ഒരു ഹോബോ ബാഗ് പോലെ. ഇത് നമുക്ക് ഇത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു ബാഗാണിത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. പിന്നെ അതുപോലെ ഇതിന് പല കളേഴ്സ് അവൈലബിൾ ആണ്. ഗ്രീൻ, ബ്ലാക്ക്, ആനിമൽ പ്രിൻ്റ്, അങ്ങനെ പലതുണ്ട്. സോ ഇത് ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇതിൻ്റെ ലോക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ബക്കിൾ ടൈപ്പാണ്. സോ അങ്ങനത്തെ 3 എണ്ണം ഉണ്ടാവും. നല്ല സേഫാണ്. അടിപൊളി ബാഗ്. സോ നെക്സ്റ്റ് എൻ്റെ ബാഗ് ഇതാണ്. എൻ്റെ ഒരു ബാഗ് ഞാൻ അങ്ങനെ റെയർലി ആയിട്ട് യൂസ് ചെയ്യത്തുള്ളൂ. സോ ഇത് എൻ്റെ ഹസ്ബൻഡ് പുറത്തുനിന്ന് കൊണ്ടുവന്ന ബാഗാണ്. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതാണ് നമുക്ക് എപ്പോഴും ക്യാരി ചെയ്ത് നടക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളിലാണെങ്കിലും ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആണ്. സോ ഇതാണ് നെക്സ്റ്റ്. സോ നെക്സ്റ്റ് ഐറ്റം ഇതാണ്. നെക്സ്റ്റ് ബാഗ് ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ ബാഗാണ്. നല്ല സ്പേസ് ഉണ്ട് ഉള്ളിൽ. അതുപോലെ നമുക്ക് ഇവിടെ ഫോൺ വെക്കാനുള്ള കള്ളിയാണെങ്കിലുണ്ട്. ഇതൊരു നല്ല ബാഗാണ്. ഇത് ഫ്രം മീഷോ. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നെക്സ്റ്റ് ബാഗ് ഇതാണ്. ഇതൊരു സ്ലിംഗ് ബാഗാണ്. ഇത് ഞാൻ കോഴിക്കോട് നിന്ന് വാങ്ങിയ ബാഗാണ്. സോ ഇതൊരു നല്ല സ്ലിംഗ് ബാഗാണ്. ഭയങ്കര അട്രാക്റ്റീവ് ആണ് കാണാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ സോ അത്യാവശ്യം നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ ഇരിക്കും. ഇങ്ങനത്തെ ഒരു ലോക്ക് സിസ്റ്റമാണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഭയങ്കര അട്രാക്റ്റീവ് ആണ് ഈ ബാഗ് കാണാൻ. ഇതിലുള്ള നെക്സ്റ്റ് ബാഗാണിത്. ഇത് ഞാൻ ആദ്യത്തെ സമയത്ത് പണ്ടങ്ങാണ്ട് വാങ്ങിയതാണ്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ എന്നാലും ഇത് ഒരു ടൈപ്പ് ഓഫ് സ്ലിംഗ് ബാഗാണ്. ഓക്കെ. സോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇത്രയും ബാഗുകളിൽ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബാഗാണിത്. ബിക്കോസ് ഭയങ്കര മൾട്ടിപ്പിൾ യൂസാണ്. നല്ല യൂസേജ് ഉള്ള ബാഗാണ്. പിന്നെ ഈ ബാഗ് എനിക്കിഷ്ടമാണ്. ബിക്കോസ് ഇതിനൊരു സ്പെഷ്യൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഈ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയാണ് എൻ്റെ ബാഗ് കളക്ഷൻ. സോ ഇതിൽ ഓൺലൈൻ വാങ്ങിച്ച ബാഗിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. പിന്നെ അതുപോലെ ഇതിൽ നിങ്ങൾക്ക് ഏത് ബാഗാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സോ
സോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക.